എറണാകുളം നോർത്ത് പാലത്തിന് സമീപമുണ്ടായ തീപിടുത്തത്തിലേക്ക് തന്നെയാണ്. തീപിടുത്തം ആദ്യം അണയ്ക്കാൻ സാധിച്ചെങ്കിലും വീണ്ടും മറ്റൊരു ഭാഗത്ത് തീപിടിച്ചതാണ് ഇപ്പോൾ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത്. വിഷ്ണു സുരേഷാണ് അവിടെ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? എന്താണ് ഇപ്പോഴവിടെ ഉദ്യോഗസ്ഥർ പറയുന്നത്? ഇപ്പോൾ കടയുടമ പറയുന്നത് രാത്രി 10:30 അദ്ദേഹം കടയടച്ചു പോകുകയും അതിനുശേഷമാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഏതൊരു സാധ്യതയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്? ക്രിസ്റ്റീന, ഏറ്റവും അവസാനമുണ്ടായ തീപിടുത്തം, അതായത് ഈ കടയുടെ ഉൾഭാഗങ്ങളിലൊക്കെ പൂർണ്ണമായും തീ നിയന്ത്രിച്ച ശേഷം വീണ്ടും ഇതിന്റെ സൈഡിൽ ഒരു തീ വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. അതിപ്പോൾ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഫയർഫോഴ്സിന് ആയിട്ടുണ്ട്. അങ്ങനെ ഈ തീ പൂർണ്ണമായും 100% കെടുത്തി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ദൃശ്യങ്ങൾ കാണുന്ന പോലെ നേരത്തെ ഈ മേഖലകളിൽ വലിയ ഫയർ നമ്മൾ തന്നെ കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഫയർ പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ട്. അതിന്റെ അവസാനവട്ട പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ഫോം ഉപയോഗിച്ച് കെടുത്താനുള്ള ഒരു ശ്രമത്തിലേക്ക്. ഇനി ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ തോതിലേക്ക് അത് പൂർണ്ണമായും കെടുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കടയുടമയോട് നമ്മൾ സംസാരിച്ചു. ഹാരിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 9 വർഷമായി ഈ ഫർണിച്ചർ ഷോപ്പ് നോർത്ത് പാലത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്നലെ കട അവധിയായിരുന്നു. പക്ഷെ രാത്രിയോടുകൂടി താൻ ഇവിടെ എത്തി ഈ കടയുടെ മെയിൻ സ്വിച്ച് അടക്കം ഓഫ് ചെയ്തിട്ടാണ് പുറത്തു പോയതെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഇതിൽ അദ്ദേഹം ഒരു സംശയം ഉന്നയിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മെയിൻ സ്വിച്ച് അടക്കം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എക്സ്റ്റേണലി അതിലേക്ക് കറണ്ട് വരാനുള്ള ഒരു സാധ്യതയും ഇവിടെയില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കടയ്ക്കകത്ത് മോഷണ ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ആരെങ്കിലും മോഷണ ശ്രമത്തിന്റെ ഭാഗമായി അകത്ത് കയറി എന്തെങ്കിലും ലൈറ്ററോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അതിൽ നിന്നൊരു ഫയർ ബേസ്റ്റ് ഉണ്ടായതാണോ എന്നൊരു സംശയം മാത്രമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഫയർഫോഴ്സ് ഒന്നും ഇതുവരെ അത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഈ ഫോം തളിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഫയർഫോഴ്സ് പോവുകയാണ്. ഈ ഫോം തളിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് പൂർണ്ണമായും നിയന്ത്രിക്കാനാകുക. ഈ ഫോം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അത് തളിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ തീ നിയന്ത്രണ വിധേയമാകും എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ആ ഭാഗത്തുകൂടി തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ പ്രദേശത്തും തീ അണച്ചു എന്ന് ഉറപ്പിക്കാനാകും. ഏകദേശം 3 മണിയോടുകൂടിയാണ് ഇവിടെ ഈ ഫയർ ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിൽ നിന്ന് 2 യൂണിറ്റ് ആദ്യം എത്തി പ്രാഥമികമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഈ പ്രദേശത്തിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഹോട്ടലും അതോടൊപ്പം തന്നെ ഒരു 30 മീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ ഒരു 20 മീറ്റർ അപ്പുറത്ത് ഒരു പെട്രോൾ പമ്പും തൊട്ട് പുറകിലായി ഒരു വീടുമുണ്ട്. എറണാകുളത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ പ്രദേശം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പം ആശങ്കകൾ ആളുകൾക്കുണ്ടായിരുന്നു. മറ്റിടങ്ങളിലേക്ക് ഫയർ ബേസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് എത്തി ഏറ്റവും ആദ്യം ചെയ്ത കാര്യം ഈ തൊട്ട് സമീപത്തുള്ള ഹോട്ടലിൽ നിന്നുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ചു. പുറകിലുള്ള വീട്ടിൽ നിന്ന് ആളെ മാറ്റി. അതിനുശേഷമാണ് ഇവർ ബാക്കി ഓപ്പറേഷൻസിലേക്കൊക്കെ പോയത്. സമീപത്തെ പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള നടപടികളൊക്കെ അവസാനിപ്പിച്ച ശേഷം ആണ് ആദ്യം പ്രാഥമിക ഇമ്പോർട്ടൻസ് നൽകിയത്. അതിനുശേഷമാണ് മറ്റിടങ്ങളിലേക്കൊക്കെ അവർ വിവിധ ഇടങ്ങളിലേക്ക് വിന്യസിക്കപ്പെടുകയും പിന്നീട് അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്യുകയും ഒക്കെ ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സമീപകാലത്ത് എറണാകുളത്തുണ്ടായ ഏറ്റവും വലിയൊരു തീപിടുത്തം എന്നതിനെ വിശേഷിപ്പിക്കാം. കോടികളുടെ നഷ്ടത്തിനുള്ള സാധ്യത നിലവിൽ നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഇതിനകത്ത് പൂർണ്ണമായും, അതായത് ടോട്ടൽ ലോസ്റ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഒരു കരിക പോലും ഇല്ലാതെ പൂർണ്ണമായും തന്നെ ഇതിനകത്തുള്ള വസ്തുക്കളൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. പ്രധാനമായും കസേരകൾ, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ടേബിളുകൾ, അത്തരം വസ്തുക്കളൊക്കെയാണ് ഉള്ളത്. അതെല്ലാം പൂർണ്ണമായും തന്നെ കത്തിപ്പോയിട്ടുണ്ട്. ബാക്കി നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും അവസാനവട്ട നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഫയർഫോഴ്സ് ഒക്കെ ഇങ്ങനെ 7ഓളം യൂണിറ്റുകളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നത്. അവരുടെ ഒരു വലിയ എഫർട്ട് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. വലിയൊരു എഫർട്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് ഇത് മറ്റിടങ്ങളിലേക്കൊക്കെ തീ പടർന്നിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയാനെ. പ്രത്യേകിച്ച് തൊട്ടടുത്തൊരു പെട്രോൾ പമ്പ്, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പ് കാണാനാകും. അതും ഈ തീപിടിച്ച സ്ഥലവും തമ്മിൽ ഏകദേശം ഒരു 20 മീറ്റർ ദൂരം മാത്രമാണ്. അതിനിടയിലുള്ളത് ഒരു കെട്ടിടം മാത്രമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഫയർ പോയിരുന്നെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായേനെ. അതോടൊപ്പം തന്നെ ഇതിന്റെ തൊട്ട് സൈഡിലെ ഭാഗത്ത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിന്റെ പല മേഖലകളിലും തീ പടർന്ന് ആ സൈഡിലേക്ക് കാണുന്ന പോലെ അതിന്റെ വെന്റിലേക്കും റൂമിലേക്കും ഒക്കെ ആദ്യം തീ പടർന്നിരുന്നു. അതുകൊണ്ട് ഈ സൈഡിലുള്ള ആളുകളെയൊക്കെ തന്നെ ഫയർഫോഴ്സ് ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ നിന്ന് ഫയർഫോഴ്സിന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ കൃത്യമായി ഇടപെടാൻ ഫയർഫോഴ്സിന് സാധിച്ചു എന്ന് പറയുന്നത്. ഇവരെല്ലാം ചേർന്നാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത്. സാറേ, കംപ്ലീറ്റ്ലി കൺട്രോൾ ആണല്ലേ?
സാറേ കംപ്ലീറ്റ്ലി കൺട്രോൾ ആണല്ലേ? കംപ്ലീറ്റ് കൺട്രോളാണ്. ഒന്നുമില്ല. ഫയറും എല്ലാം കൺട്രോളാണ്. വലിയൊരു റിസ്ക് ഓപ്പറേഷൻ ആയിരുന്നു തോന്നുന്നല്ലേ സമീപം? ഈ ഒരു ഹോട്ടൽ സമുച്ചയം അതിനെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. പിന്നെ പെട്രോൾ പമ്പ്, പിന്നെ മെട്രോ. അകത്തേക്ക് കയറുന്നതിനൊക്കെ എന്തെങ്കിലും തീർച്ചയായിട്ടും ലോക്കായിരുന്നു. അതിന്റെ ലോക്കെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടാണ് നമ്മൾ അകത്ത് കയറിയത്. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും കൺട്രോളാണ്. ഓക്കെ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെല്ലുവിളികളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇതിന് തൊട്ട് സമീപത്തായിട്ടൊരു ഹോട്ടലുണ്ട്, തൊട്ടപ്പുറത്ത് പെട്രോൾ പമ്പുണ്ട്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മെട്രോയാണ്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികൾ കുറെ ഉണ്ടായിരുന്നു. ഫയർ മറ്റിടങ്ങളിലേക്കൊക്കെ പോയെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള സംഭവങ്ങളിലേക്ക് പോയാൽ, പക്ഷേ അതെല്ലാം കൃത്യമായി തടയാൻ ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു എഫേർട്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. നമ്മളിവിടെ വരുന്ന ഘട്ടത്തിൽ വെളിച്ചത്തിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ വെളിച്ചത്തിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ടാണ് അവർ ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ആളപായമൊന്നും ഉണ്ടായില്ല. ഈ ഹോട്ടലിലൊക്കെ ആളുകൾ ഇഷ്ടംപോലെ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവരെയൊക്കെ ആദ്യം തന്നെ മാറ്റിയാണ് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നത്. ഇനിയിപ്പോൾ അറിയാനുള്ളത് എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ്. അത് ഇനി വിശദമായ പരിശോധനയിലടക്കമായിരിക്കും ആ കാരണം വ്യക്തമാക്കുകയുള്ളൂ. അത് ഇപ്പോൾ അങ്ങനെ ഒരു പ്രാഥമിക പരിശോധനയിലേക്ക് ഫയർഫോഴ്സ് കടന്നിട്ടില്ല. അത് ഏറ്റവും പ്രഥമ പരിഗണന നൽകിയത് ഈ ഫയർ മറ്റിടങ്ങളിലേക്ക് പരക്കാതിരിക്കാനും ഒപ്പം ഈ തീ കെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം കണ്ടെത്താനൊക്കെ വിശദമായ പരിശോധന ഇന്ന് രാവിലെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് ഉടമ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇന്നലെ രാത്രി ഒരു 10 മണിയോടുകൂടി ഈ കടയിലെത്തി ഇവിടെ നിന്ന് ഈ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷമാണ് അദ്ദേഹം തിരികെ പോയത്. അപ്പോൾ ഫയറിനുള്ളൊരു സാധ്യത വളരെ കുറവാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഈ തീ പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട്. ഇനി മറ്റിടങ്ങളിലേക്ക് ഈ ഫോം തളിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അത് ഈ തീ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി ഈ ഓറഞ്ച് ഫ്ലെയിമുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നതാണ്. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഈ സൈഡിൽ വീണ്ടും ഫ്ലെയിം വരികയും ഇപ്പോൾ അത് പൂർണ്ണമായി നിയന്ത്രിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് വീണ്ടും പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഫോം ഇപ്പോൾ തളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പൂർണ്ണമായ റെസ്ക്യൂ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇനി ഇതിനകത്ത് അകത്തുള്ള വസ്തുക്കളൊക്കെ മാറ്റാനുള്ള നടപടിയാണ്. അത് ഈ കടയുടെ ഉടമയായിരിക്കും ആ നടപടികളൊക്കെ സ്വീകരിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നുമില്ല. വലിയ ആശങ്കകൾ ഒരു 2 മണി 3 മണി സമയത്തുണ്ടായിരുന്നെങ്കിൽ ആ ആശങ്കകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു. ഫയർ പൂർണ്ണമായി നിയന്ത്രിച്ചിരിക്കുന്നു. 9 വർഷമായി എറണാകുളം നോർത്ത് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഈ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചർ ഷോപ്പിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ആ തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നു. അത് 7 യൂണിറ്റ് ഫയർഫോഴ്സ് ഗാന്ധിനഗറിൽ നിന്നും മട്ടാഞ്ചേരിയിൽ നിന്നും ഏലൂരിൽ നിന്നും ഒക്കെ എത്തിയ 7 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇനി ഇതിന്റെ കാരണം, ഈ ഫയറിന്റെ കാരണം എന്ത് എന്ന് അറിയാനുള്ള നടപടിയിലേക്ക് കടക്കും. അതൊരു പക്ഷേ രാവിലെയോടുകൂടി മാത്രമായിരിക്കും പരിശോധന നടത്തുക. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഒരു പരിശോധന ഉണ്ടാകും ഇതിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറഞ്ഞത് എല്ലാ രേഖകളോടും കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്നാണ്. അപ്പോൾ അതെല്ലാം വെരിഫൈ ചെയ്യാൻ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു 10 മണിയോടുകൂടി അല്ലെങ്കിൽ 11 മണിയോടുകൂടിയൊക്കെ തന്നെ ഫയറിന്റെ ഒരു പ്രാഥമികമായ കാരണം എന്ത് എന്ന് മനസ്സിലാക്കാൻ ആകും. ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ആണോ ഈ ഫയറിന് കാരണമായത് എന്നുള്ളത് അദ്ദേഹം ഒരു സംശയമായി ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിരവധി മോഷണ ശ്രമങ്ങൾ അടക്കം ഈ കടയിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പുറത്തുനിന്ന് ഈ സാധനങ്ങൾ മോഷ്ടിക്കാൻ വന്ന ആരെങ്കിലും ഈ ലൈറ്ററോ മറ്റോ പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്നുണ്ടായ ഫയറാണോ ഇത്ര വലിയൊരു തീപിടുത്തത്തിലേക്ക് പോയത് എന്നൊരു സംശയം അദ്ദേഹം പറയുന്നുണ്ട്. ആ സംശയം ദൂരീകരിക്കാനുള്ള ശ്രമമടക്കം ഫയർഫോഴ്സിന്റെയും മറ്റുദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഏറ്റവും ആശ്വാസകരമായ കാര്യം നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഇത് ഈ തീ മറ്റിടങ്ങളിലേക്ക് പടർന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പെട്രോൾ പമ്പിലേക്കോ അതല്ല എങ്കിൽ ഇതിന്റെ തൊട്ടപ്പുറത്ത് നിന്ന ഹോട്ടലിലേക്കോ ഒന്നും തീ പടരാതെ അതെല്ലാം നിയന്ത്രിക്കാൻ ഫയർഫോഴ്സിന് വളരെ കൃത്യമായ എഫേർട്ട് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ക്രിസ്റ്റീന. വിഷ്ണു, ഇപ്പോൾ നേരത്തെ ആ ചെറിയ തോതിൽ പുകയൊക്കെ ഉയരുന്നത് കണ്ടിരുന്നു ആ സമീപത്തുള്ള ഹോട്ടലിന് അടുത്തായി. അപ്പോൾ അതും പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ?
ഉമേഷ്, ആ തീയും പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ട്. അവിടെ വാട്ടർ പമ്പ് ചെയ്തുള്ള ആദ്യ പ്രോസസ്സ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയം ആയിട്ടുണ്ട്. ഇനി തീ പടരാതിരിക്കാൻ വേണ്ടി അവിടെ ഫോം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ ഇപ്പോഴും തീ പടരുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ചിലയിടങ്ങളിലൊക്കെ ഫയറിന്റെ ഒരു ചെറിയ എലമെന്റ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇതാ പുക വരുന്നത് പോലെ ആ ദൃശ്യങ്ങളിലൊക്കെ വളരെ വ്യക്തമാണ്. ഈ കടയുടെ അകത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും എത്രത്തോളം ഭീകരമായിരുന്നു ഈ തീപിടുത്തം എന്നുള്ളത്. അതായത് ഇതിന്റെ ഈ കസേരകളുടെ അവശിഷ്ടങ്ങളും മേശകളുടെ അവശിഷ്ടങ്ങളും, അതായത് അതിന്റെ ഇരുമ്പ് കഷ്ണങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ബാക്കി ഈ ഫോം പോലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളൊക്കെ പൂർണ്ണമായും ഇവിടെ കത്തി നശിച്ചിട്ടുണ്ട്. ഒരു അംശം പോലും ഇല്ലാതെ കത്തി നശിച്ചിട്ടുണ്ട്. അത്രയും ഭീകരമായ ഒരു തീപിടുത്തമാണ് ഈ എറണാകുളം നോർത്ത് പാലത്തിന് സമീപത്തുള്ള ഫർണിച്ചർ ഷോപ്പിൽ ഉണ്ടായത്. തീ നിയന്ത്രണ വിധേയമാകിലും അതിന്റെ ഒരു നഷ്ടം കണക്കാക്കുക, അത് ഒരുപക്ഷെ കോടികളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത നിലവിൽ ഉണ്ട്. ഇനി അടുത്ത നടപടികൾ പോലീസ് സ്വാഭാവികമായും ഫയറിന്റെ ഭാഗമായി കേസ് എടുക്കും. അതിനുശേഷം ബാക്കി അന്വേഷണത്തിലേക്കൊക്കെ പോലീസ് പോകും. അദ്ദേഹം ഉന്നയിച്ച ഈ കടയുടമ ഉന്നയിച്ച ഒരു ആശങ്കയുണ്ട്. ആ ആശങ്കയിലായിരിക്കും ഇനി അടുത്ത നടപടി. അതായത് ആ ആശങ്ക പുറത്തു നിന്ന് ആരെങ്കിലും ഈ ഫയറിന് തിരികൊളുത്തിയതാണോ എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഒരു ആശങ്കയായി ഉന്നയിച്ചത്. അതിലൊരു അന്വേഷണം എന്തായാലും വേണം. എറണാകുളം നോർത്ത് പാലത്തിനടുത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്. എന്തായാലും ആ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചു. ഫയർഫോഴ്സിന്റെ 7 സംഘങ്ങളാണ് അവിടെ എത്തി ഈ തീ അണച്ചത്. സമീപത്ത് മെട്രോയും ഹോട്ടലുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മറ്റ് അപകടങ്ങളിലേക്കൊന്നും അത് പോയില്ല എന്നത് ആശ്വാസകരമാണ്.